ഇപ്പം ഇത് ആക്ച്വലി ഇത് ക്ലോസ്ഡ് ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദിയോടാണ്. എൻ്റെ സ്വന്തം സ്ഥലത്ത് നന്ദിയോടിനടുത്തുള്ള മീൻമുട്ടി ഹൈഡ്രൽ ഇലക്ട്രോ പ്രോജക്റ്റ് കാണാനായിട്ടാണ് പോകുന്നത്. ഞാനൊരു സുഹൃത്തുമുണ്ട്. പോകുന്ന വഴിയൊക്കെ ഇത്ര മനോഹരമായ ഏരിയയാണ്. എൻ്റെ സ്ഥലമായതുകൊണ്ട് പറയുന്നതല്ല, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നന്ദിയോടും പരിസര പ്രദേശം. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫൈനലി മീൻമുട്ടി ഹൈഡ്രൽ ഇലക്ട്രോ പ്രോജക്റ്റിൻ്റെ ആ ഒരു പ്രോജക്റ്റ് സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് കേട്ടോ KCBയുടെ അണ്ടറിൽ വരുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതി. പക്ഷെ ഇപ്പം നമുക്ക് ഇതിനകത്ത് എൻട്രി ഇല്ല. ഇതിനകത്താണ് ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ താഴേക്ക് പോകാം. ഡാം ഇപ്പോൾ തുറന്ന് വിട്ടിരിക്കുകയാണ്. ഈവനിങ്ങിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെയൊക്കെ ആഴമുണ്ട്, അങ്ങോട്ടൊക്കെ നല്ല ആഴമൊക്കെ ഉണ്ട്. സോ ഇവിടെ ഇറങ്ങാതിരിക്കാൻ നോക്കുക. എൻ്റെ കൂടെ ഉള്ളത് ധ്രുവാണ്, മധ്യപ്രദേശുകാരനാണ്. IIT ജബൽപൂരിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ സ്ഥലം കാണാൻ വന്നപ്പോഴേ ഒരു പ്രത്യേക കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതായത് ഇവിടെ നമ്മൾ വന്നപ്പം ഇവിടെ ഇഷ്ടംപോലെ വേസ്റ്റ് കിടപ്പുണ്ട്. അതായത് കുപ്പികൾ, പിന്നെ ക്ലോത്ത്സ്, കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. Don't throw waste here because many people put their own waste here. So make sure you are carrying your waste with yourself. And do, if you find some other waste here, please make sure to clean this place. There is our heritage. So we don't have to throw waste here. So we have to carry it with ourselves. So we are also doing some cleaning activity here. ഇവിടെ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിക്കൊന്ന് ക്ലീനിങ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, So guys, don't throw plastic here because plastic is decomposable, and in my opinion you also don't throw some like decomposable waste also because it's not good for the aesthetics of the place. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇടാതിരിക്കുക, ഉള്ളതിനെ കാണുവാണെങ്കിൽ എടുത്ത് നല്ലൊരു പ്രോപ്പർ പ്ലേസിൽ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതിനെന്തായാലും നല്ലൊരു സ്ഥലത്ത് തന്നെ ഡിസ്പോസ് ചെയ്യും. അതായത് ഈ ഹരിതകർമ്മ സേനക്കാർക്ക് ഇത് എടുക്കാനുള്ള രീതിക്ക്. We also request government to put some dustbin here because there is also a no dustbin, so we have to carry this waste by our own by managing things. Yeah, give me that police thing. I will pack it and carry it with us. ആ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഇവിടുത്തെ സാധാരണ ആൾക്കാർ ജീവിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന രീതിക്കാണ് ഇവിടെ വന്ന് പോയിട്ടുള്ള ആൾക്കാർ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഡസ്റ്റ്ബിൻസ് അറ്റ്ലീസ്റ്റ് ഒരു ഡസ്റ്റ്ബിൻ വെച്ചാൽ മതി. ഡസ്റ്റ്ബിൻ വെച്ചിട്ട് ആൾക്കാരത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ പറഞ്ഞാൽ മതിയല്ലോ. വെക്കാതിരുന്നിട്ട് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് പറ്റാവുന്നതൊക്കെ നമ്മൾ പറക്കിയിട്ടുണ്ട്, ഒരു കവറിലിട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വഴിയും കൂടിയാണ്. അപ്പോൾ ഇവരൊക്കെ സഞ്ചരിക്കുന്ന ഈ വഴിയുടെ അവസ്ഥ ഒന്ന് നോക്കിക്കേ, വളരെ പരിതാപകരമാണ്. നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ധ്രുവ അവിടെ മാക്സിമം വേസ്റ്റും കാര്യങ്ങളൊക്കെ പറക്കി എടുക്കുന്നുണ്ട്. സി, നമ്മൾ എത്ര എടുത്തിട്ടും തീരുന്നില്ല. സ്റ്റിൽ നോട്ട് ഫിനിഷിങ്, നോ, ഇറ്റ്സ് എവരിവെയർ ഓൺലി. അതിപ്പോൾ നമ്മൾ കയറി വരുന്ന വഴിയിൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഉണ്ട്. എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. Listen to find dustbin. Sponsors came to us. We are putting dustbin at every place where we go and find waste. So you have to help us to comment, like, share, subscribe and follow. That's why we got sponsorship. So we have to do some kind of things for the nature, for this earth, this mother earth. Hey guys, finally we found dustbins. അപ്പോൾ നമ്മളത് കണ്ടെത്തിയിരിക്കുകയാണ്. ഫൈനലി ഡസ്റ്റ്ബിൻ കണ്ടു. ഹരിതകർമ്മ സേനയുടെ ഡസ്റ്റ്ബിനാണ്. ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ വേസ്റ്റ് കാര്യങ്ങളും ഫുൾ പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മളെല്ലാം ഇതിനകത്തേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലീൻ മീൻമുട്ടി ഡാം മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. Yeah, so do these kind of stuff, you are also feeling good because this kind of work will affect everyone's collective consciousness anyhow. If they took action or not, but it affect their collective consciousness also. So do some stuff for the nature, for the mother earth. Okay, bye. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളവിടെ ഒരു നല്ലൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റിയ സന്തോഷത്തിൽ ധ്രുവ് ആൻഡ് ആദർശ് BG സൈനിങ് ഫ്രം 90s Kid Official.